ചോദ്യം ഉണ്ടായിരുന്നു. പാമ്പ് വരാതിരിക്കാൻ വൃത്തിയാക്കിയിടണമെന്ന് പറഞ്ഞു, മണം കടക്കണമെന്ന് പറഞ്ഞു, മണ്ണെണ്ണ ഒഴിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ പാമ്പ് വന്നാൽ എന്ത് ചെയ്യണമെന്ന്? ഒന്നും ചെയ്യേണ്ട, നമ്മൾ മാറി കൊടുക്കുക, താനെ തിരിച്ചു പോകും. ഇവിടെ പറ്റുന്നത്, ഒരു പാമ്പ് വീട്ടിൽ വരുമ്പോൾ, ഒരു പാമ്പ് ചേര വീട്ടിൽ വന്നു, ഉടനെ ക്യാമറയും കൊണ്ട് അതിൻ്റെ പിറകെ നടക്കും. ഉടനെ മൊബൈൽ ഓൺ ചെയ്ത് അതിൻ്റെ പിറകെ നടക്കും. അതിന് എവിടെയൊക്കെ ഉണ്ടോ, അതിൽ ലൈനടിക്കാൻ പോകുന്നുണ്ട്, ആരെങ്കിലും കാണാൻ പോകുന്നുണ്ടോ, പെൺചേരയാണോ ആൺചേരയാണോ, അതിൻ്റെ വാല് നോക്കി കാല് നോക്കി കിടക്കും. നമ്മൾ മിണ്ടാതെ മാറി നോക്കിയാൽ അനങ്ങാതിരുന്നാൽ അത് വന്ന വഴി തിരിച്ചു പോകും. പാമ്പിനെ പിടിച്ച് പൂർണ്ണമായിട്ട് നിങ്ങൾ ഭൂമിയിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കരുത്. കോഴി നിങ്ങൾ നോക്കൂ, കോഴി നമുക്ക് ചെയ്യുന്ന ഉപകാരം നിങ്ങൾ ആർക്കും അറിയാം. കോഴി എന്താ നമുക്ക് ചെയ്യുന്ന ഉപകാരം? കിണ്ടി തിന്നുകയാണോ? വേസ്റ്റ് തിന്നുകയാണോ? ഒരിക്കലുമല്ല. കോഴി യഥാർത്ഥത്തിൽ ഭൂമിക്ക് ചെയ്യുന്ന ഉപകാരമാണ്, പ്രകൃതിക്ക് ചെയ്യുന്ന ഉപകാരമാണ്, അന്തരീക്ഷത്തിൽ ചെയ്യുന്ന ഉപകാരം. നമുക്കറിയാം, കോഴിയുടെ മുട്ട തയ്യാറാവുന്നത് ആദ്യം ജ്യൂസാണ്, അത് കഴിഞ്ഞ് തൊലി തയ്യാറാവുന്നത്. ഈ തൊലി എന്ന് പറയുന്ന സാധനം തയ്യാറാവുന്ന കോഴി കാർബൺ ശ്വസിക്കണം. എന്നാൽ മാത്രമേ കോഴിയുടെ എന്താ പറയുക, മുട്ടയുടെ തൊലി ആ ചൂട് ആ ഒരു ഷേപ്പിൽ വരികയുള്ളൂ, അങ്ങനെ അത് ആവരണമായി വരികയുള്ളൂ. അതുപോലെ പാമ്പുകൾ ഏറ്റവും വലിയ അന്തരീക്ഷത്തിൽ 1% കാർബൺ ശ്വസിക്കുന്ന ജീവിയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ജീവികൾ ഭൂമിയിൽ ഇല്ലാതെ വന്നാൽ നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് നിങ്ങളിപ്പോൾ ഈ ഭൂമിയിൽ എല്ലാ പാമ്പുകളെയും പിടിച്ച് ഒഴിവാക്കുക. എന്നെ വിളിച്ചപ്പോൾ ചേരയും നീർക്കോലൊക്കെ പിടിക്കാമെന്ന് ഞാൻ പറഞ്ഞു, അതൊക്കെ പോട്ടെ എന്ന് പറയും. പെരുമ്പാമ്പിനെ പിടിക്കാൻ ഞാൻ പറയും, പാവം അതൊക്കെ ജീവിക്കട്ടെ. പെരുമ്പാമ്പ് നിങ്ങളുടെ നാട്ടിൽ പന്നിയുണ്ടോ? ഉണ്ട്. അപ്പോൾ ഞാൻ പറയും, പെരുമ്പാമ്പ് പന്നിയെ പിടിക്കുന്ന പാമ്പാണ്, പെരുമ്പാമ്പ് മനുഷ്യനെ പിടിക്കുകയില്ല, അത് ഭൂമിയിൽ ജീവിക്കട്ടെ. നിങ്ങൾ ഒരു ദിവസം കോടാനുകോടി കോഴികളെയും പശുവിനെയൊക്കെ കൊന്ന് തിന്നുന്നില്ലേ? അപ്പോൾ പെരുമ്പാമ്പ് നിങ്ങളുടെ വീട്ടിലൊരു കോഴിയെ പിടിച്ചാൽ നിങ്ങൾക്ക് എന്താണ് നഷ്ടം? ഇത് അവർക്കും കൂടി ഉള്ളതിലെന്ന് പറഞ്ഞ് ക്ലാസ് എടുക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ പാമ്പ് എന്താ പറയുക, പാമ്പ് വന്നാൽ ഇപ്പോൾ ചേരയാണ്, നിങ്ങൾ മിണ്ടാതെ കൊടുക്കുക, താഴെ തിരിച്ചു പോകും. ഇപ്പോൾ മൂർഖനൊക്കെയാണ് നമ്മുടെ ജീവനാവപ്പെടുന്നു. നിങ്ങൾ ഈ ഏരിയയെ സംബന്ധിച്ച് നിങ്ങൾ പാമ്പ് വന്നാൽ പേടിക്കേണ്ടല്ലോ, നിങ്ങൾക്ക് പറമ്പുകളുണ്ട്. ഞങ്ങളാരും നോക്കൂ, ഞങ്ങൾ തിരുവനന്തപുരം സിറ്റിക്കാർ നോക്കി 2 സെൻറ്റ് 3 സെൻറ്റാണ് ഞങ്ങൾക്ക് വീടുകളുള്ളത്. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പുറത്തെ വീട്ടിൽ പോകും. അപ്പോൾ അതിനെ പിടിച്ചേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ഒരു പാമ്പ് വന്നാൽ നിങ്ങൾ മാറി കൊടുത്താൽ അത് നേരെ താഴത്തെ പറമ്പിലേക്ക്. ഞാൻ നോക്കിയപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ പുറകിൽ പോയി ഞാൻ നോക്കിയപ്പോൾ അഗാധമായി പൊഴിയാണ്, 10-15 അടി ആഴമുണ്ട്. ഇവിടെ ഒരു പാമ്പ് വന്നാൽ നിങ്ങൾ മിണ്ടാകുന്ന പാമ്പ് താഴേക്ക് ഇറങ്ങി ആ പറമ്പിലേക്ക് അങ്ങ് പോകും. ഇവിടെ കാണുമ്പോൾ എല്ലാവരും കൂടെ അതിനെ കൈകൊട്ടി വിളിച്ച് ഉടനെ ഫോൺ എടുത്ത്, മച്ചാനെ വാ, ഇവിടെ പാമ്പ് വന്ന് പിടിക്കാൻ മറ്റേ ചുരേജ് വരുന്നു, അല്ലെങ്കിൽ ജെയിംസ് വരണം, അല്ലെങ്കിൽ അഞ്ചലിൽ നിന്ന് മറ്റേ ഫോറസ്റ്റ് എല്ലാം കൂടെ അവിടെ നിൽക്കും. ആ പാമ്പ് അതിന് എങ്ങോട്ടും പോകാനും പറ്റുകയില്ല, അത് അവിടെ ഇരിക്കും. അത് അവിടെ ഇരുന്ന് ടെൻഷൻ അടിച്ചു. അത് പറഞ്ഞ മറുപടി എന്താണെന്നറിയാം? അത് ഇങ്ങനെയാണ് മനസ്സിൽ, ഈ സാമദ്രോഹിയൊക്കെ വേറെ ജോലിയൊന്നുമില്ല, ഒരു ആൻഡ്രോയിഡ് തേങ്ങ എടുത്തുകൊണ്ട് ഇറങ്ങി, തേങ്ങ എന്നുള്ളത് ഫോണ്, ആൻഡ്രോയിഡ് തേങ്ങയിലെ ഫോൺ എടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കും എന്നാണ് പാമ്പുകൾ പറയുന്നത്. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് അപ്പോഴെടുക്കുക, അപ്പോഴിനെ ഗ്രൂപ്പിലിടുക, അല്ലെങ്കിൽ അപ്പോഴിനെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുക, ലൈക്ക് അടിക്കുക, കുറേ ആൾക്കാരെ വ്യൂസ് കൂട്ടുക, പിന്നെ അതിൻ്റെ അടിയിൽ പറഞ്ഞാൽ കുറേ തെറികളും കേൾക്കുക എന്നുള്ളതാണ്. നിങ്ങളൊരു വീഡിയോ ഇട്ടു, അതിൻ്റെ അടിയിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റായിട്ട് വന്നാൽ പിന്നെ അതിൻ്റെ അടിയിലുള്ള കമൻറ്റ്സ് എന്തായിരിക്കും? പിന്നെ അപ്പനെയും അമ്മയും എനിക്ക് ഇഷ്ടം പോലെ കേട്ടു. നിങ്ങൾക്കറിയില്ല, നിങ്ങളുടെ നാട് കൊല്ലം ജില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ്.